പ്രസിദ്ധമായ റോമൻ കൊളോസത്തിന്റെ മുമ്പിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഗ്ലാഡിയേറ്റർ മൂവിയൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം. നെറ്റ്ഫ്ലിക്സും യൂട്യൂബും ഒന്നും ഇല്ലാഞ്ഞ കാലത്ത് ഈ ഭാഗത്തെ ഏറ്റവും വലിയ വിനോദമായിരുന്നു ഈ കാണുന്ന സ്ഥലത്തിനകത്ത് നടന്നുകൊണ്ടിരുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇത് ഉണ്ടാക്കി ഇപ്പോഴും നിലനിൽക്കുന്നു. എത്ര ഭയങ്കര എഞ്ചിനീയറിംഗ് ആണ് ഇതിന്റെ പുറകിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഞങ്ങൾക്ക് ഒരു കാര്യം കൂടെ മനസ്സിലായി, ഇത് മുഴുവൻ വെള്ള മാർബിൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട ഒരു സ്ഥലമായിരുന്നു. എന്നാൽ ഇന്നതില്ല. എന്നാൽ ഈ വലിയ അത്ഭുതത്തിന് മുമ്പിൽ സെൽഫിയും നല്ല ഫോട്ടോസും ചിരിച്ചോണ്ടൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മറക്കരുത്. ഇതിനകത്ത് നടന്നത് അതിക്രൂരമായ രക്തച്ചൊരിച്ചിലിന്റെ വിനോദമായിരുന്നു. ദൈവത്തിന് നിരക്കാത്ത വിനോദം. ഇങ്ങനെ ഈ വിനോദം മുന്നോട്ട് കൊണ്ടു നടന്നപ്പോൾ 75,000 പേര് ഒരേ സമയത്ത് വന്ന് ഇതിനകത്ത് അവര് ഒരുമിച്ച് നിന്ന് ഈ വിനോദത്തിൽ ഭാഗമാകുമായിരുന്നു. ഒരുപാട് പേര് എൻജോയ് ചെയ്യുമായിരുന്നു. എംപറർ ഹൊണോറിയസിന്റെ കാലത്ത് ഒരു ക്രിസ്തീയ സന്യാസി ടെലിമാക്കസ് എന്ന് പറയുന്ന അദ്ദേഹം ഇതുവഴി നടന്നു പോയപ്പോൾ മനസ്സിലായി ഇതിനകത്ത് നടക്കുന്ന വിനോദം ദൈവത്തിന് നിരക്കാത്തതാണെന്ന്. അദ്ദേഹം ഇതിനകത്ത് കയറി. വിനോദം നടക്കുന്നതിനിടയിൽ 2 ഗ്ലാഡിയേറ്റേഴ്സ് തമ്മിൽ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാൻ വേണ്ടി തുടങ്ങിയപ്പോൾ താന് ചാടി അതിന്റെ നടുവിലേക്ക് ഇറങ്ങി. അതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ? അദ്ദേഹം ഇരുവരെയും 2 ഭാഗത്തേക്ക് വലിച്ചു മാറ്റുവാൻ അദ്ദേഹം ശ്രമിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ദൈവത്തിന്റെ 10 കൽപ്പനകൾക്ക് എതിരെയാണ് ഈ വിനോദം എന്ന്, ഇതിനി നടക്കാൻ പാടില്ല, സ്റ്റോപ്പ് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ അദ്ദേഹം അത് പറഞ്ഞപ്പോൾ 75,000 കാണികളും ഒരേ ശബ്ദത്തിൽ അവര് വിളിച്ചു പറഞ്ഞു, അവനെ കൊന്നുകള, അവനെ തുണ്ടമായി മുറിച്ചു കള. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അവര് വീണ്ടും വിനോദം തുടങ്ങി. എന്നാൽ അവർ നിർത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ ടെലിമാക്കസ് 2 ഗ്ലാഡിയേറ്റേഴ്സും നടുവിലേക്ക് തന്നെ അവിടെ കൊണ്ട് സ്ഥാപിച്ചു. ഒന്ന് ചിന്തിച്ചു. അതിനുശേഷം 2 ഗ്ലാഡിയേറ്റേഴ്സ് അവരുടെ കുന്തമെടുത്ത് ടെലിമാക്കസിന്റെ ശരീരത്തിലൂടെ അവർ കുത്തി ഇറക്കി. ആ ചെറിയ മനുഷ്യൻ അവിടെ മരിച്ചു വീണു. അപ്പോൾ നമുക്ക് മനസ്സിലാകും, രക്തം ചൊരിഞ്ഞു. ആ സെക്കൻഡിൽ അദ്ദേഹം മരിച്ചുപോയി. പലപ്പോഴും നമ്മൾ ചിന്തിക്കും അതൊരു വേസ്റ്റ് ആയിരുന്നു, ആ പാവ മനുഷ്യൻ അവിടെ മരിക്കേണ്ട കാര്യമുണ്ടായിരുന്നു, അതങ്ങ് നടന്നുകൊള്ളട്ടെ, ആ വിനോദം അങ്ങനെ അങ്ങ് നടന്നോട്ടെ, നമ്മൾ എന്തിനാ നമ്മുടെ ജീവനെ പണയപ്പെടുത്തുന്നത് എന്നൊക്കെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, 391 AD ഇത് സംഭവിച്ചെങ്കിൽ 405 AD ഈ വിനോദം എന്നേക്കുമായി നിർത്തലാക്കി. അതിനുശേഷം കാണുന്നതാണ് ഈ കൊലോസം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പ്രമാണത്തിന് വേണ്ടി ജീവൻ കൊടുക്കുവാനും വില കൊടുക്കുവാനും തയ്യാറായി ആരെങ്കിലും എഴുന്നേറ്റാൽ സംസ്കാരത്തെ, ചരിത്രത്തെ മാറ്റിമറിക്കുവാനുള്ള ശക്തി ദൈവം എനിക്കും നിങ്ങൾക്കും